ഭർത്താവൊന്നും പറ്റല്ലേ. മേക്കപ്പ് ചെയ്യാൻ അറിയാത്ത ആളും മേക്കപ്പ് എങ്ങനെ ചെയ്യണം എന്നറിയാത്ത ആളും തമ്മിൽ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പോവാ. ഇവക്ക് ഇന്നൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവര് ഇവളെ പുറത്താക്കുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് അറിയണ പോലെ ഇന്ന് ചെയ്ത് വിടാം. അപ്പൊ വാ. നീ മുന്നേ തേച്ചിട്ടുണ്ടോ? ഇത് റൂബിന്റെ അല്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നോക്ക് അവള് കറക്റ്റ് ടൈമിൽ രാവിലെ തന്നെ കൊണ്ടുപോയിട്ട് മൂക്ക് മുറിച്ച് വെച്ച്. ഇത് നമുക്ക് മറ്റേ വീഡിയോ ചെയ്യായിരുന്നു. ഒരു സൈഡ് തേച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ്, ഒരു സൈഡ് ഇങ്ങനെയൊക്കെ പിടിക്കണം. പ്രൊഫഷണൽസ് അങ്ങനെയാണ് ചെയ്യുന്നത്, മനസ്സിലായോ? മറ്റേ ബ്രഷൊക്കെ വേണം, എന്നാലാണ് പ്രൊഫഷണൽ ആവുള്ളൂ. ബ്രഷൊക്കെ ഉണ്ടോ? എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. പണ്ട് എൻ്റെ ആഗ്രഹമായിരുന്നു മേക്കപ്പ് പഠിക്കാൻ പോകണമെന്നുള്ളത്. പക്ഷെ പറ്റിയില്ല. വീട്ടിലെ ദാരിദ്ര്യവും പട്ടിണിയും കാരണം എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ പറ്റിയില്ല. ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ എന്നെ മേക്കപ്പ് ചെയ്യാൻ വിളിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ വലിയ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോണത് ഈ സാധനമാണ്, കണ്ണിൻ്റെ അടിയിൽ. ഭർത്താവൊന്നും പറ്റല്ലേ. റൂബിക്ക് വേണം. റൂബി എന്ത് ഇങ്ങനെയൊക്കെ എന്നാണ്ടോ എൻ്റെ ഒരു ഏതെങ്കിലും വലിയ ആർട്ടിസ്റ്റുകൾ കാണുന്നുണ്ടെങ്കിൽ നേരെ സ്വൈപ്പ് ചെയ്ത് മേലേക്ക് പോക്ക്. ഇത് കാണാൻ നിൽക്കണ്ടോ? കണ്ണ് മേലേക്ക് പിടിക്കും. മേലേക്ക് എനിക്ക് ഇവിടെ കണ്ണ് ഭയങ്കര നല്ലതാണ്. ഈ കണ്ണ് വെച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ വീഴ്ത്തുന്നത്. നൈറുചേരൊക്കെ ഇവളുടെ പറയാന്നാ കേട്ടോ. തട്ടിട്ടെങ്കിൽ നടക്കത്തില്ല. വെറുതെ അല്ലേ ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും കിട്ടാത്ത ഇല്ല റൂബി. ഇവക്ക് ഐറിഷുകാരാ ഫുള്ള് ഫാൻസ് ഒന്നും. തായ്ലൻഡിലാണോ? അങ്ങനെ വലിയ വലിയ രാജ്യങ്ങളിൽ നിന്നാ. അപ്പൊ അടുത്ത് നമ്മുടെ ലിപ് ബാം ഇടാൻ പോവാ. ഇതുവരെ വളരെ കറക്റ്റാണ്. ഇനി എന്താ ചെയ്യണേ? ഇനി നമുക്ക് കണ്ണ് എഴുതിയാലോ? അവളുടെ കണ്ണിന് മേലെ ഐഷാഡോ ഇടണം. കണ്ണ് നമുക്ക് ചെയ്യാം. കണ്ണടച്ചോ. ഇത് നമ്മള് പ്രൊഫഷണൽ ടച്ച് ആണ് ഫുള്ള്. ഒന്നും മിണ്ടായിരിക്ക പെണ്ണുങ്ങളെ. എന്തോ ഒച്ചപ്പാടാ. റൂബി അഞ്ചാറ് ബീഫ് അത് ഓ നിന്റെ സിൽവർ കളർ പ്രൊഫഷണൽ. ഇനി നമ്മളെല്ലാം ബ്രഷും കൊണ്ടാണ്. അയ്യോ, നമുക്ക് ഒരു കണ്ണിൽ ഒരു കളറും മറ്റേ കണ്ണില്ല. അപ്പൊ നിനക്ക് രണ്ടുപേരെ വളയ്ക്കാം. ഒരെണ്ണം ഇവിടെ നിന്നും വളയാ, വളർന്ന് ഇവിടെ. അതാരാ ചിരിച്ചേ? നിന്റെ എനിക്ക് പറ്റില്ല. നമ്മൾ കൈ കൊണ്ട് ഒരു സിൽവർ ടച്ചും കൂടെ കൊടുത്താലോ? ഇപ്പൊ നന്നായിട്ടല്ലേ ഇരിക്കുന്നത്. സിൽവർ ഒക്കെ കൊടുത്തു. ഇനി നമുക്ക് കണ്ടെഴുതാം. നിന്റെ ഇത് ഉണ്ടോ? മേലെ എഴുതുന്ന സാധനം ഇല്ല. കണ്ണെഴുതാൻ പോവാ. വാലായ ചെറിയ വാലൊക്കെ മതി. കുഞ്ഞു വാലുള്ളൂ. ആ പോണേ. എടി നീ അരി വാങ്ങാൻ തന്നെ പോണേ? ഒരു 2 സ്റ്റെപ്പ് ഇടുവോ? നിനക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടുണ്ടല്ലോ. എവിടെ ഞാൻ ലിപ്സ്റ്റിക് സമയമില്ല. ഇനി ഇഷ്ടം പോലെ സമയം കിടക്കും. 2 കുത്തുത്താ കുത്തൊന്നുമില്ല. ഇതൊക്കെ പ്രൊഫഷണലാ. നീ ശരിക്കും പേ ചെയ്യണം ഇതിനൊക്കെ. പിന്നെ ഞാൻ ഭാവമായോണ്ട് ഫ്രീ ആയിട്ട്. നിനക്ക് ഇവിടെ വോയിസ് ഇല്ല. കണ്ണടച്ചോ. 26 മിനിറ്റ്
ഇങ്ങനെയൊക്കെ ഞാൻ വലിയ വലിയ ആൾക്കാർ ചെയ്യണം കണ്ടിട്ടുണ്ട്. അതിരുന്നോട്ടെ, എന്തെങ്കിലും ചെറിയ സാധനം ഉണ്ടെങ്കിൽ എടുക്കാം. ബാഗ് എടുക്കാൻ വയ്യ, വേണമെങ്കിൽ വെച്ചോ. എന്റെ വിഷയം ഇത്ര ലിപ്സ്റ്റിക് ആക്കി കൊടുത്തത് നല്ല ലിപ്സ്റ്റിക് അല്ലേ? എടി കളയണ എന്തിനാടി? പാളിപ്പോയി, നമ്മളത് പൂത്തോളം ഇല്ല, സെറ്റാണ്. എടുക്ക്. ഇവരൊക്കെ ഉണ്ട്. മസ്കാര ഇടാൻ വേണ്ടി പോവാ. മസ്കാര ഇങ്ങനെ ചെയ്യണം എന്നറിയോ? നമ്മൾ മസ്കാര ഇടണേക്ക് മുന്നേ ഇങ്ങനെ ചെയ്യണം. അതിനുശേഷം ഇനി അടുത്ത് നമ്മൾ ബ്ലഷ് ഇടാം. തല വീണ്ടും പൊന്തിച്ചു പിടിച്ചോ. റൂമിൽ പ്രേതമുണ്ടോ? എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ബ്ലഷ് ഇടുമ്പോൾ ഇവിടെ വരെ കയറ്റി ചെയ്യണം. അലിയ ഭട്ടൊക്കെ അങ്ങനെ ചെയ്യാലോ, നമുക്കും ചെയ്യാലോ. എക്സ്പ്രഷനും കൂടെ എടുത്തിട്ട് അത്ര വേണം. കൊള്ളാം നല്ല. ഫീഡ്ബാക്ക് ഒന്നും കൊടുക്കരുത്. ഓ ഷിറ്റ്, നമ്മൾ സൺസ്ക്രീൻ ഇട്ടില്ല. ഞാനതല്ലേ നേരത്തെ ചോദിച്ച സൺസ്ക്രീൻ ലാസ്റ്റ് ഇടണ്ടേ? ലാസ്റ്റാ? ആ, സൺസ്ക്രീനിൽ ആദ്യം ഇടണ്ടേ? അല്ല, സൺസ്ക്രീൻ ഞാൻ ലാസ്റ്റ്. ഇവിടെ ചെയ്യണ സാധനത്തിൻ്റെ പേരെന്താ? കോണ്ടോർ അല്ലേ? അതിനെന്ത് സാധനം ഇല്ലേ? എനിക്കറിയാൻ പാടില്ല. ഫൗണ്ടേഷൻ പോലും ഇല്ലാതെ എങ്ങനെ നമ്മൾ ഡാൻസിൻ്റെ മേക്കപ്പ് ചെയ്യാമെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പം നിർത്തിയിട്ടത് ഫൗണ്ടേഷൻ അല്ലായിരുന്നല്ലേ? അല്ല. നോക്കിക്കേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പം പറയണം. ഇല്ല. നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? എൻ്റെ മേക്കപ്പ് കണ്ടോ, ഇട്ട് തന്നത് ആരാന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആൾക്കാരെ കൂട്ടിത്തരണം. ഈ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർ പറയണേ, ഇവക്ക് ഈ ഷെയ്ഡ് ഇഷ്ടമായില്ല, ഇവക്ക് ഡാർക്ക് ഷെയ്ഡാണ്. പക്ഷെ എനിക്ക് ഇവക്ക് ചേരുന്നത് ഈ ഷെയ്ഡ് ഇഷ്ടമായ. പക്ഷെ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റായി, എന്താ ചെയ്യുക? ഇഷ്ടമായോ? ശരിക്കും ഇഷ്ടമായോ? ആ, നീ അവിടെ പോയി നോക്കിയത് വെട്ടത്തേക്കൊന്ന് ഇറങ്ങിയ നോക്കട്ടെ. ആർട്ട്, ഇതാണ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിനക്ക് ഇഷ്ടമായോ? പിന്നെ ഇവള് ഡാൻസിന് പോവാണെന്ന് 3-4 ഐറ്റം ഡാൻസ് ഒക്കെ ഉണ്ട്. വലിയ ഐറിഷിൽ വലിയ അയർലൻഡിൽ വലിയ പുള്ളി ആയിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് അടിപൊളിയാക്കിയിട്ട് വാ. ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇവിടെ നിന്ന് എങ്ങനെയാ പോണേന്ന് കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ ഫൈനൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവള് പോയിട്ട് വരട്ടെ. നമുക്ക് 3 ഡാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.